വാർത്താസന്ധ്യ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഇനിയുള്ള അരമണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. മാർപ്പാപ്പയ്ക്ക് വിടചൊല്ലി ലോകം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ഓർമ്മ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സാന്താ മരിയ മജറ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയത്. കർദിനാൾ ജോവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ലോകമെങ്ങുമുള്ള സാധുജനങ്ങളുടെ ശബ്ദമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ മണ്ണിലേക്ക് മടങ്ങി. പുരോഹിത ശ്രേഷ്ഠന് വിടചൊല്ലാൻ ജനസാഗരമാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. കർദിനാൾ ജോവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രാർത്ഥനാ ചടങ്ങ്. വചന സന്ദേശത്തിൽ മാർപ്പാപ്പയെ അനുസ്മരിച്ച് കർദിനാൾ ബാറ്റിസ്റ്റ ലോക സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ, കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്, മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ സഹകാർമ്മികരായി. പ്രത്യേക താളത്തിൽ പള്ളിമണികൾ മുഴങ്ങി. ശേഷം പ്രിയപ്പെട്ട സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയോട് വിടചൊല്ലി വിലാപയാത്രയായി 4 കിലോമീറ്റർ അകലെയുള്ള സെയിന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക്. കൊളോസിയം വഴി പോപ്പ് മൊബൈൽ വാഹനത്തിൽ അന്ത്യയാത്ര. ലോകനേതാക്കൾ അനുഗമിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയെ അവസാനമായി കാണാൻ വത്തിക്കാന്റെ തെരുവീഥികളിൽ ജനപ്രവാഹം. പ്രാർത്ഥനയോടെ വെള്ളപ്പൂക്കളുമായി വിശ്വാസി സമൂഹം കാത്തുനിന്നു. വികാരനിർഭരമായി റോമാ നഗരം പാപ്പയ്ക്ക് വിടചൊല്ലി. ഏറെ പ്രിയപ്പെട്ട സാന്താ മരിയ മജോറയിലേക്ക് 50 പേർ മാത്രം പങ്കെടുത്ത അന്ത്യവിശ്രമ ചടങ്ങ്. കർദിനാൾ കെവിൻ ഫാരലിന്റെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ. 3 പെട്ടികളിൽ മാർപ്പാപ്പമാരെ സംസ്കരിക്കുന്ന പതിവ് രീതിയിൽ നിന്ന് വിഭിന്നമായി ലളിതമായ മടക്കം. മരപ്പെട്ടിയിൽ അന്ത്യനിദ്ര. പാവങ്ങളുടെ പാപ്പ നിത്യതയിലേക്ക്. 24 വത്തിക്കാൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്ത ലോക നേതാക്കൾ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങുകളിൽ പങ്കെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ 130 രാജ്യങ്ങളിലെ പ്രതിനിധികൾ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷിയാകാൻ നേരിട്ടെത്തി. ലോക നേതാക്കളുടെ നീണ്ട നിര. ലക്ഷക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി സ്നേഹത്തിന്റെ വലിയിടയൻ യാത്രയായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെത്തി സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചടങ്ങിനെത്തി. UK പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി, അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലെ, ഐറിഷ് പ്രസിഡന്റ് മിഖായൽ ഡി ഹിഗിൻസ്, UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് എന്നിവരും അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനെത്തി.
ലോകസമാധാനത്തിനു വേണ്ടി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോക നേതാക്കൾ ഒരുമിച്ചെത്തി വിട നൽകി. സാഹോദര്യത്തിന്റെ വെളിച്ചം പകർന്ന വലിയിടയൻ ഇനി നിത്യനിദ്രയിൽ. ന്യൂസ് ഡെസ്ക് 24. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ലോകരാജ്യങ്ങളെ അറിയിച്ച് ഇന്ത്യ. ഇന്റലിജൻസിന്റെ നിർണായക തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് കരസേനയും നാവികസേനയും അറിയിച്ചു. യുദ്ധക്കപ്പലുകളുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച് നാവികസേന. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്ത്യ സേനാവിന്യാസം ശക്തമാക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ തെളിവുകൾ ഇന്ത്യ കൈമാറിയത്. നിർണായക രേഖകളും സാക്ഷിമൊഴികളും ഇന്റലിജൻസ് വിവരങ്ങളുമാണ് ലോകരാഷ്ട്രങ്ങൾക്ക് കൈമാറിയത്. ഭീകരാക്രമണത്തിന് പിന്നാലെ വൻ സൈനിക നീക്കത്തിന് രാജ്യം തയ്യാറെടുക്കുകയാണ്. നിയന്ത്രണ രേഖയിലും ഇന്ത്യൻ സേന വിന്യാസം ശക്തമാക്കും. ദൗത്യത്തിന് തയ്യാർ. എപ്പോഴും എവിടെയും എങ്ങനെയുമെന്നാണ് പടക്കപ്പലുകളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ഇന്ത്യൻ നാവികസേനയുടെ പ്രതികരണം. കൂടുതൽ സൈനികരെ അതിർത്തിയിൽ വിന്യസിക്കും. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാനും സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. പാക് പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കിയതിന് പിന്നാലെ ഗുജറാത്തിൽ പോലീസ് നടപടികൾ ആരംഭിച്ചു. അഹമ്മദാബാദിലും സൂറത്തിലും രാത്രി വ്യാപക പരിശോധന നടത്തി. അനധികൃതമായി തങ്ങുന്ന പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും കസ്റ്റഡിയിലെടുത്തു. സുരക്ഷാ സാഹചര്യം പരിഗണിച്ച് ആമസോണും ഫ്ലിപ്കാർട്ടും ജമ്മു കാശ്മീരിലേക്കുള്ള ഡെലിവറികൾ നിർത്തിവെച്ചു. കരനാവിക വ്യോമസേനകൾ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സൈനിക നീക്കമുണ്ടായാൽ നേരിടാൻ ഇന്ത്യ സർവസജ്ജം. വിനീത വിജി, 24, ഡൽഹി. പഹൽഗാം ആക്രമണത്തിൽ പ്രതിരോധത്തിലായതിന് പിന്നാലെ നിഷ്പക്ഷ അന്വേഷണമാകാമെന്ന് പാകിസ്ഥാൻ. ആക്രമണത്തിൽ പങ്കില്ലെന്നും അന്വേഷണത്തിന് സമ്മതമാണെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. പാകിസ്ഥാന്റെ പ്രതികരണം ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തള്ളി. അതേസമയം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഭൂട്ടോ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി. സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞാൽ ചോരപ്പുഴ ഒഴുക്കുമെന്നാണ് ഭീഷണി പ്രസംഗം. പഹൽഗാം ആക്രമണം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ വീഴ്ച കൊണ്ട് ഉണ്ടായതാണെന്നും പാകിസ്ഥാന് പങ്കില്ലെന്നും ആവർത്തിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ ആർമി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ അന്താരാഷ്ട്ര നിരീക്ഷണത്തിലുള്ള അന്വേഷണം നടക്കട്ടെയെന്ന് പാക് പ്രതിരോധ മന്ത്രിയും പറഞ്ഞിരുന്നു. നയതന്ത്ര യുദ്ധത്തിൽ മുടന്തുമ്പോഴും ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോഴും പാകിസ്ഥാൻ നേതാക്കൾ പക്ഷേ പ്രകോപനം നിർത്തുന്നില്ല. സിന്ധു നദീജലം തടയാനുള്ള ഇന്ത്യൻ തീരുമാനത്തിനെതിരെ യുദ്ധം നടത്തുമെന്നാണ് ബിലാവൽ ഭൂട്ടോ ഭീഷണി മുഴക്കുന്നത്. സിന്ധു നദീജലം പാകിസ്ഥാന്റേതാണെന്നും വെള്ളം തടഞ്ഞാൽ പകരം ചോരപ്പുഴ ഒഴുക്കുമെന്നുമാണ് ഭീഷണി. सिंधु हमारा रहेगा या इस दरिया से हमारा पानी बहेगा या उनका खून बहेगा. യുദ്ധമുണ്ടായാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫും വെല്ലുവിളിച്ചു. ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ പാക് സൈനിക ഉദ്യോഗസ്ഥൻ ഇന്ത്യക്കാർക്കെതിരെ ഭീഷണി ആംഗ്യം കാണിച്ചു. പാകിസ്ഥാനെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെയാണ് ആംഗ്യം. ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ കേണൽ തൈമൂർ റാഹത്താണ് ആംഗ്യം കാണിച്ചത്. 2008 മുംബൈ ഭീകരാക്രമണം അടക്കം നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അപ്പോഴാണ് പഹൽഗാമിൽ പുതിയ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാനെതിരെ കൃത്യമായ തെളിവുകൾ കൈവശമുള്ളത് കൊണ്ട് തന്നെയാണ് നയതന്ത്ര തലത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുന്നത്. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന വാദവുമായി നിരോധിത സംഘടന ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ വാർത്താക്കുറിപ്പ്. ആക്രമണത്തിന് പിന്നാലെ TRF ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. എന്നാൽ TRFന്റെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ സൈബർ വിഭാഗം നുഴഞ്ഞുകയറി എന്നാണ് പുതിയ വാദം. കശ്മീരിൽ ജനരോഷം ശക്തമാവുകയും ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തതോടെയാണ് TRFന്റെ പുതിയ വാർത്താക്കുറിപ്പ് എന്നാണ് വിലയിരുത്തൽ. ജമ്മുകശ്മീരിൽ പ്രാദേശിക ഭീകരർക്കെതിരെ വീണ്ടും നടപടി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള 3 ഭീകരരുടെ കൂടി വീടുകൾ തകർത്തു. വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ കശ്മീർ സന്ദർശനത്തിൽ തീരുമാനമായി. കുൽഗാമിൽ നിന്ന് 2 ഭീകരരെ സുരക്ഷാ സേന പിടികൂടി. ആ റിപ്പോർട്ടിലേക്ക് എത്താം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ഒരുക്കങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയാണ് മെയ് 2 വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത്. അതിനു മുന്നോടിയായി തുറമുഖത്ത് നേരിട്ടെത്തി
അവിടെയുള്ള സാഹചര്യം വിലയിരുത്തുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടർ പ്രദേശത്ത് നിന്ന് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, കമ്മീഷനിങ്ങിന് മുന്നോടിയായി മുഖ്യമന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു, ഒരുക്കങ്ങൾ വിലയിരുത്തുന്നു, മുന്നൊരുക്കങ്ങൾ പരിശോധിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് ഷഫീദ് റാവുത്തർ? രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ബ്രേക്ക് വാട്ടർ മേഖലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്, ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് മെയ് 2-നാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കാൻ പോകുന്നത്. CM കുടുംബസമേതമാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. മന്ത്രിയും മേയറുമൊക്കെ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ട്. കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി കോസ്റ്റ് ഗാർഡ്, ഇൻലാൻഡ് നാവിഗേഷൻ, ഫിഷറീസ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ, മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവരുടെ പിന്തുണ സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ട വിഭാഗങ്ങൾ തേടിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് അവിടേക്ക് എത്തുകയും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയുമാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, മുഖ്യമന്ത്രി നേരിട്ടെത്തി മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നു, വിവരങ്ങൾ ഷഫീദ്. രഞ്ജിത്ത്, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് വിഴിഞ്ഞം തുറമുഖം. മാത്രമല്ല, ട്രയൽ റണ്ണിന്റെ ഘട്ടത്തിൽ തന്നെ നമ്മൾ എത്രമാത്രം പ്രസക്തമാണ് ഇന്ത്യൻ മാരിടൈം ഭൂപടത്തിൽ എന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞു. വിഴിഞ്ഞം 2-ന് പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം, അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതേപോലെ തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അടക്കമുള്ള ആളുകൾ വിഴിഞ്ഞം തുറമുഖത്തെത്തി ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞവിടെ ഈ അവലോകന യോഗമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവലോകന യോഗമൊക്കെ കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി ഈ ബ്രേക്ക് വാട്ടറിന്റെ ഭാഗത്ത്, പക്ഷേ വിഴിഞ്ഞത്തെ മറ്റ് സ്വാഭാവികത പോലെ തന്നെ ഒന്നാണ് ഈ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. കാരണം ഏതാണ്ട് 3 കിലോമീറ്ററോളം നീളം ഇപ്പോൾ തന്നെ ഇതിൻ്റെ അത് അടുത്ത ഘട്ടത്തിൽ അത് 1 കിലോമീറ്റർ കൂടി വർദ്ധിപ്പിച്ച് 4 കിലോമീറ്റർ ആകും. അങ്ങനെ വലിയ പ്രത്യേകതയുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടർ പ്രദേശത്തേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി കുടുംബസമേതമാണ് ഇവിടേക്ക് എത്തിയത്. ഈ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തി, കാരണം എവിടെയായിരിക്കണം ഉദ്ഘാടന വേദി അടക്കം വേണ്ടതെന്നുള്ള വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം മുഖ്യമന്ത്രി ഈ ബ്രേക്ക് വാട്ടർ ഭാഗത്തേക്ക് എത്തുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാൻ ഫെർണാണ്ടോ ആയിരുന്നു വിഴിഞ്ഞം തുറമുഖത്തേക്ക് ട്രയൽ റണ്ണിന്റെ ഭാഗമായി ആദ്യമായി എത്തി. അതിനുശേഷം MSC തുർക്കിയും കടന്ന് MSC അരീന വരെയുള്ള കൂറ്റൻ കപ്പൽ ഭീമന്മാർ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തി. ഏതാണ്ട് 5 ലക്ഷത്തിലധികം കണ്ടെയ്നർ കൈകാര്യം ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നേട്ടമാണ്. അങ്ങനെ പലതരത്തിലുള്ള ചരിത്രം തിരുത്തിക്കുറിച്ചാണ് ലോകത്തിന്റെ മാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞം ഇതിനോടകം തന്നെ പേരുറപ്പിച്ചിട്ടുള്ളത്. ഈ മെയ് 2 കഴിയുമ്പോൾ, അതായത് ഔദ്യോഗികമായി വിഴിഞ്ഞം കമ്മീഷനിങ് കഴിയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പ്രസക്തി കൂടുതൽ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 3 മാസത്തോളം നീണ്ടുനിന്ന ട്രയൽ റൺ പ്രതീക്ഷിച്ചതിനേക്കാളും കപ്പലുകൾ ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. മാത്രമല്ല, അതിശയിപ്പിക്കുന്ന മുന്നേറ്റം ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിലുണ്ടായി. 265-ൽ പരം കപ്പലുകൾ, അതിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ പ്രധാനപ്പെട്ട എല്ലാ കപ്പലുകളും ഇവിടെ എത്തി എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ച MSC തുർക്കി, MSC അറീന അതടക്കമുള്ള കപ്പലുകൾ, കൂറ്റൻ കപ്പലുകൾ ഇവിടേക്ക് എത്തി. MSC തുർക്കിയായിരുന്നു ആ ശ്രേണിയിൽപ്പെട്ട ഏറ്റവും കൂറ്റൻ കപ്പൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത്. അതിനുശേഷം ഈ MSC അരീന എത്തി. ഇപ്പോഴും MSCയുടെ ഒരു ഫീഡർഷിപ്പ് നമുക്ക് വിഴിഞ്ഞം തുറമുഖത്ത് കാണാം. അങ്ങനെ 265-ൽ പരം കപ്പലുകളിലായി 5 ലക്ഷത്തോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു എന്നുള്ള റെക്കോർഡ്, അങ്ങനെ ഒരു ചരിത്രം കൂടി വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ചരിത്രപരമായി കേരളത്തിന്റെ വികസനത്തെ, ഇന്ത്യയുടെ വികസനത്തെ ഒക്കെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖം, അത് രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള തുറമുഖം. ആ തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ മദർഷിപ്പുകളടക്കം നിരവധി കൂറ്റൻ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയിരുന്നു. നേരത്തെ ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തുർക്കിയിൽ നിന്നുള്ള ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പമുള്ള ഭീമൻ കപ്പലുകളൊക്കെ വിഴിഞ്ഞത്തേക്ക് എത്തിയതാണെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി, സമർപ്പണത്തിനായി കാത്തിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയാണ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മെയ് 2-ാം തീയതിയാണ്. അതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിഴിഞ്ഞത്തേക്ക് എത്തുകയാണ്. അവിടെയുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. കോഴിക്കോട് താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി പോലീസ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ലോങ് ടേം വിസയുണ്ടായിരുന്ന 4 പേർക്കാണ് നോട്ടീസ് നൽകിയത്. പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ളമാതിരി ഉത്തരവാണ് ഇപ്പോൾ എനിക്ക് വായിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എന്നെ കൊണ്ടാവില്ല. ഞാനിവിടെ കൊല്ലങ്ങളായിട്ട് നിന്ന് വരികയല്ല. എൻ്റെ പാസ്പോർട്ടില്ല. പാസ്പോർട്ട് പോലെയും കൊണ്ടുപോയിന്. പോലീസ് നാളെ വന്നിട്ട് പോലെ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞ പോലെ കൊണ്ടുപോയി, പാസ്പോർട്ട് കൊണ്ടുപോയി. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നുമില്ല.
ഒരു കള്ളാക്കും വിവരവും ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ വീതയും പാസ്പോർട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പോകാൻ വരാനും കഴിയും. എനിക്കത് സാധിക്കില്ല. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, നേരത്തെ തന്നെ ഈ നിർദ്ദേശം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്. സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് അമിത്ഷാ ഒരു നിർദ്ദേശം എന്നുള്ള നിലയിൽ ഇത് നൽകിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് ഈ നോട്ടീസ് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ്? ഈ നോട്ടീസ് ലഭിച്ചവർ പറയുന്നത് എന്താണ് അഭിജിത്ത്? പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കഴിയുന്ന പാക് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോഴിക്കോടുള്ള 4 പേർക്ക് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. ഈ 4 പേരും കോഴിക്കോട് റൂറലിലുള്ളവരാണ്. ഇവർ ലോങ് ടേം വിസയോടെയാണ് ഇവിടെ ഇപ്പോൾ കഴിയുന്നത്, രാജ്യത്ത് ഇപ്പോൾ കഴിയുന്നത്. ഇതിലൊരാൾ കൊയിലാണ്ടി സ്വദേശിയായ ഹംസയാണ്. ഹംസയുടെ പ്രതികരണമാണ് നമ്മൾ അല്പം മുൻപ് കേട്ടത്. ഇദ്ദേഹം 2007 മുതൽ കേരളത്തിൽ സ്ഥിരതാമസക്കാരനാണ്. നേരത്തെ 1965 അദ്ദേഹം പാകിസ്ഥാനിലേക്ക് വ്യാപാര സംബന്ധമായ ആവശ്യങ്ങൾക്കായി പോയിരുന്നു. പിന്നീട് അവിടെ അദ്ദേഹം ജോലിയെടുത്തു. തുടർന്ന് ഈ ബംഗ്ലാദേശ് വിഭജന സമയത്ത് തിരികെ വരുന്ന സമയത്താണ് അദ്ദേഹം പാക് പൗരത്വം സ്വീകരിക്കാനിടയായത്. പിന്നീട് അദ്ദേഹം 2007 ഇവിടെ എത്തുന്നു. തുടർന്ന് ഇവിടെയുള്ള ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ അപേക്ഷ ലഭിച്ചു എന്നുള്ള മറുപടിയിൽ കവിഞ്ഞ് മറ്റൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. കൂടാതെ 3 പേർക്ക് കൂടി പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ 3 പേരുടെ പേര് വിവരങ്ങൾ നിലവിൽ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്നത് ഇത്തരമൊരു നിർദ്ദേശം വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ രേഖകൾ സമർപ്പിക്കാനാണ് ഇവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 27 എന്നുള്ളൊരു ഡേറ്റ് ആണ് നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുള്ളത്. അതായത് 27, അത് നാളേക്കുള്ളിൽ ഇവർ ഇന്ത്യ വിട്ടു പോകണം ഈ പാകിസ്ഥാൻ പൗരന്മാർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകുകയാണ് ചെയ്തത്. ആ രേഖകൾ ഇവർ ഹാജരാക്കേണ്ടതുണ്ട്. മറ്റു നടപടി ക്രമങ്ങൾ അത് സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് അത്തരം നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഇക്കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന മറുപടി. ശരി, അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പാകിസ്ഥാനിലെ ലാഹോറിൽ അല്ലാമ ഇക്ബാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ തീപിടുത്തം. പാക് സൈന്യം സഞ്ചരിച്ച വിമാനത്തിന്റെ ടയറിന് ലാൻഡിങ്ങിനിടെ തീപിടിച്ചാണ് അപകടമുണ്ടായത്. ഫയർ എഞ്ചിനെത്തി ഉടൻ തീ നിയന്ത്രണ വിധേയമാക്കി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപകടത്തെ തുടർന്ന് റൺവേ താൽക്കാലികമായി അടച്ചു. നിരവധി വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ വൻ സ്ഫോടനം. തെക്കൻ തീരത്തുള്ള ഷാഹിദ് രാജിയിൽ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ച് 500-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട്. മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അപകടത്തിന്റെ തോത് ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. നാശനഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അത് സംബന്ധിച്ച പരിശോധന നടക്കുകയാണ്. സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഫോടനം പ്രദേശത്തെ എണ്ണ വ്യവസായത്തെ ബാധിച്ചിട്ടില്ല എന്നും ചരക്ക് നീക്കം മാത്രമാണ് പ്രതിസന്ധിയിലായിട്ടുള്ളതെന്നും അധികൃതർ അറിയിച്ചു. MGS ഇനി ചരിത്രം. ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണന് മലയാളക്കരയുടെ യാത്രാമൊഴി. കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് രാവിലെ 9:45 MGS വിടവാങ്ങിയത്. മലാപ്പറമ്പിലെ വസതിയായ മൈത്രിയിൽ വെച്ചായിരുന്നു വിയോഗം. രാവിലെ 10:30 മുതൽ വൈകിട്ട് 3:30 വരെ വീട്ടിലായിരുന്നു പൊതുദർശനം. മന്ത്രി AK ശശീന്ദ്രൻ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ, KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ, MLA മാരായ ഡോക്ടർ MK മുനീർ, തോട്ടത്തിൽ രവീന്ദ്രൻ, KK രമ, ചരിത്രകാരൻ MR രാഘവ വാര്യർ തുടങ്ങി രാഷ്ട്രീയം, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. അധ്യാപകൻ, ചരിത്രകാരൻ, സാംസ്കാരിക പൊതുപ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം നിറഞ്ഞു നിന്ന MGSന് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് വിട നൽകിയത്. 24 കോഴിക്കോട്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.
ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.